ഇന്ന് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ. സ്വാതന്ത്ര്യത്തിൻ്റെ ഒപ്പം നാട്ടിൽ വളരെ പ്രാധാന്യത്തോടു കൂടി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം വിഭജനത്തെ സംബന്ധിച്ചാണ്. ഇന്ത്യയും പാകിസ്ഥാനും വിഭജിക്കപ്പെട്ടു. പാകിസ്ഥാൻ്റെ കൂടി സ്വാതന്ത്ര്യ ദിനമാണല്ലോ ഇന്ന്. അപ്പോൾ നമ്മുടെ ഗവർണർ വിഭജന ഭീകരതാ ദിനം ആചരിക്കാൻ വേണ്ടി ക്യാമ്പസുകളിൽ ആഹ്വാനം ചെയ്തത് എല്ലാം നമ്മളെല്ലാവരും കണ്ടതാണ്. നേരത്തെ ABVP അതെല്ലാം ചെയ്തിരുന്നു. പക്ഷേ SFI പ്രവർത്തകരെല്ലാം അതിനെ ശക്തമായി നേരിടുകയും അതെല്ലാം ചീറ്റിപ്പോയി. ആ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും വിഭജനത്തെപ്പറ്റി കൂടി ആലോചിക്കുക എന്നത് സ്വാതന്ത്ര്യത്തെ ആലോചിക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ സംഘപരിവാർ ഹിന്ദു വർഗീയവാദികൾ വിഭജനത്തിൻ്റെ ഉത്തരവാദിത്വം മുസ്ലിം ലീഗിൽ ആരോപിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നീട് അത് മുസ്ലിങ്ങളിലേക്ക് മാറുന്നു ആരോപണം. ആ ആരോപണം ഇങ്ങനെ നമ്മുടെ നാലുപുറമുള്ള ചുറ്റുപാടുമുള്ള മുസ്ലിങ്ങളിലേക്കെല്ലാം വ്യാപിപ്പിക്കാനുള്ള ഈ മുസ്ലിങ്ങളാണ് ഇന്ത്യയെ വിഭജിച്ചത് എന്ന മട്ടിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ വിഭജനത്തിൻ്റെ വിഭജനവാദത്തിൻ്റെ ആദ്യ വിത്ത് കുത്തിയതാരാണ്? അത് സാക്ഷാൽ VD സവർക്കറാണ്. ഹിന്ദുത്വയുടെ പരമാചാര്യനായിട്ടുള്ള സവർക്കറാണ്. 1923 സവർക്കർ ഹിന്ദുത്വ ഹൂ ഈസ് എ ഹിന്ദു എന്നൊരു പുസ്തകം എഴുതുന്നത്. ആ പുസ്തകത്തിലാണ് ദ്വിരാഷ്ട്രവാദം ആദ്യമായി ഉന്നയിക്കപ്പെടുന്നത്. അന്ന് ജിന്നയോ അല്ലെങ്കിൽ ഏതെങ്കിലും മുസ്ലിം സംഘടനകളോ ഇവരുടെ ഈ ഭാഷയിൽ പറഞ്ഞാൽ തീവ്രവാദികളോ മൗലികവാദികളോ ഒന്നും ആ കാര്യം ആലോചിക്കുക പോലും ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കണം കേട്ടോ. മറ്റൊരു സന്ദർഭം 1937 അദ്ദേഹം ഹിന്ദു മഹാസഭയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി. അതിനുശേഷം നടന്ന യോഗത്തിൽ വളരെ വ്യക്തമായി അദ്ദേഹം പറഞ്ഞു, ഇന്ത്യ എന്ന രാജ്യത്തിനകത്ത് 2 രാഷ്ട്രങ്ങളുണ്ട്. അത് പാകിസ്ഥാനും ഹിന്ദുസ്ഥാനുമാണ്. ഇത് 2 രാഷ്ട്രങ്ങളാണ്. കാരണം 2 മതങ്ങൾ 2 സംസ്കാരങ്ങൾ അവർക്ക് ഒരുമിച്ച് നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് 2 രാഷ്ട്രം വേണം എന്ന് ശക്തമായി അദ്ദേഹം 37 പറഞ്ഞു. അതും കഴിഞ്ഞ് 2 കൊല്ലം കഴിഞ്ഞ് 39 മുഹമ്മദ് അലി ജിന്ന പാകിസ്ഥാൻ രാഷ്ട്രവാദം ഉന്നയിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എല്ലാ കാലത്തും 1920 തുടങ്ങി 47 വരെ ദ്വിരാഷ്ട്രവാദത്തെ എല്ലായ്പ്പോഴും പിന്തുണച്ചത് സംഘപരിവാറാണ്, ഹിന്ദുത്വവാദികളാണ്. എന്താ കാരണം? അപ്പുറത്തൊരു മുസ്ലിം രാഷ്ട്രമുണ്ടായാൽ അവശേഷിക്കുന്ന രാഷ്ട്രം ഹിന്ദു രാഷ്ട്രമായി മാറും എന്ന മോഹമാണ് അവർക്കുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ ക്വിറ്റ് ഇന്ത്യ സമരമൊക്കെ നടക്കുന്ന സമയത്ത് ഗാന്ധി, നെഹ്റു ഉൾപ്പെടെയുള്ള ആൾക്കാർ, പട്ടേലൊക്കെ ജയിലിലാണ്. ആയിരക്കണക്കിന് ആൾക്കാർ പോലീസിൻ്റെ ലാത്തിയടിയൊക്കെ കൊണ്ടിരിക്കുന്ന സമയത്ത് എന്താണ് ഹിന്ദു മഹാസഭ ചെയ്തത്? ഈ സംഘപരിവാറുകാർ എന്താ ചെയ്തത്? എന്താണ് സവർക്കറെ പോലെയുള്ള ആൾക്കാർ ചെയ്തത്? അവർ മുസ്ലിം ലീഗുമായി ചേർന്ന് ഇന്ത്യയിലെ പ്രവിശ്യകളിൽ ഭരണം പങ്കിടുകയായിരുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് സിന്ധിൽ ശ്യാമപ്രസാദ് മുഖർജി 1951 ജനസംഘം ഉണ്ടാക്കിയിട്ടുള്ള ശ്യാമപ്രസാദ് മുഖർജി ഫസലുൽ ഹക്കിൻ്റെ സർക്കാരിൽ ധനകാര്യമന്ത്രിയായിരുന്നു. ആരാണ് ഫസലുൽ ഹക്ക്? 1940 മുസ്ലിം ലീഗിൻ്റെ നേതാവാണ്. 40 ലാഹോർ സമ്മേളനത്തിൽ ദ്വിരാഷ്ട്രവാദം, പാകിസ്ഥാൻ രാഷ്ട്രവാദത്തിൻ്റെ പ്രമേയം അവതരിപ്പിച്ച ആളാണ്. അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ ധനകാര്യമന്ത്രിയായിരുന്നു ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരി കൊള്ളുന്ന സമയത്ത് ശ്യാമപ്രസാദ് മുഖർജി. ആ നിയമസഭ ഈ പാകിസ്ഥാൻ രാഷ്ട്രവാദത്തിൻ്റെ പ്രമേയം ആ നിയമസഭയിൽ പാസാക്കി. ഇദ്ദേഹം ധനകാര്യമന്ത്രി ആയിരിക്കുന്ന നിയമസഭ. മനസ്സിലാക്കണം, ഇങ്ങനെ എല്ലാ സന്ദർഭങ്ങളിലും ഈ ദ്വിരാഷ്ട്രവാദത്തെ അംഗീകരിച്ചവരാണ് സംഘപരിവാർ എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിലേക്ക് വന്നാൽ ഇവിടെ തിരുവിതാംകൂർ സ്വതന്ത്ര രാജ്യമായിട്ട് മാറാൻ സർ CP രാമസ്വാമി അയ്യർ തീരുമാനിച്ചു. 46 എല്ലാവർക്കും അറിയാം. അതിനെ തുടർന്നാണല്ലോ പുന്നപ്ര വയലാർ സമരമൊക്കെ ഒക്ടോബർ മാസത്തിൽ നടക്കുന്നത്. അതിനെ പിന്തുണച്ചതാരാ? സവർക്കറാണ്. അദ്ദേഹം CP രാമസ്വാമി അയ്യർക്ക് കമ്പി അടിക്കുന്നുണ്ട്. അതിൽ പറയുന്നത് വളരെ ധീരമായിട്ടുള്ളൊരു തീരുമാനമാണ്. ഈ തിരുവിതാംകൂറിനെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റാനുള്ള താങ്കളുടെ തീരുമാനത്തെ പിന്തുണയ്ക്കുകയാണ് ചെയ്തത്. ഈ മട്ടിൽ എല്ലാ കാലത്തും പാകിസ്ഥാൻ വാദത്തെ പിന്തുണച്ചവരാണ്. ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ കാരണം ഇതാണ്. മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കപ്പെട്ട് അപ്പുറത്ത് ഒരു ഇസ്ലാമിക പാകിസ്ഥാൻ ഉണ്ടായാൽ അവശേഷിക്കുന്ന സ്ഥലം പിന്നെ ഹിന്ദു രാഷ്ട്രമായിരിക്കുമല്ലോ. ഇതായിരുന്നു യുക്തി. ആ യുക്തിയെ തോൽപ്പിച്ചതാരാ? ആ യുക്തിയെ തോൽപ്പിച്ചത് ദേശീയ പ്രസ്ഥാനമാണ്, സ്വാതന്ത്ര്യ സമരമാണ്. ആ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ, ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നായകനായിരുന്നു ഗാന്ധി. അതാണ് ഗാന്ധിയോടുള്ള തീരാ കലിപ്പിൻ്റെ ഒരു കഥ എന്ന് പറയുന്നത് സംഘപരിവാറിന്. ആ ഗാന്ധിയെ എന്ത് ചെയ്തു പരിവാർ? 30 കൊല്ലം ഗാന്ധി ബ്രിട്ടീഷുകാർക്കെതിരായി സമരം ചെയ്തു. ബ്രിട്ടീഷുകാർ പലതവണ ഗാന്ധിയെ ജയിലിലടച്ചു, പലതരത്തിൽ ദ്രോഹിച്ചു, അദ്ദേഹത്തെ തടസ്സപ്പെടുത്തി. പക്ഷേ 30 വർഷത്തിനിടയിലും ബ്രിട്ടീഷുകാർ ഗാന്ധിജിയെ വധിച്ചില്ല.
ഗാന്ധിജിയുടെ അവസാനത്തെ 2 വർഷക്കാലം ബ്രിട്ടീഷ് വിരുദ്ധ സമരം പോലെ തന്നെ പ്രാധാന്യമർഹിക്കുന്നതാണ് ഹിന്ദു വർഗീയതയ്ക്കെതിരായിട്ടുള്ള സമരം. പൊതുവിൽ വർഗീയതയ്ക്ക്, വിശേഷിച്ച് ഹിന്ദു വർഗീയതയ്ക്കെതിരെ. ആ ഗാന്ധിജിയെ സംഘപരിവാർ എന്ത് ചെയ്തു? 169 ദിവസം ജീവിക്കാൻ വിട്ടില്ല അല്ലേ? നോക്കൂ, 30 വർഷം വധിക്കാതെ വിട്ട ബ്രിട്ടീഷുകാർ ഗാന്ധിജിയെ ജീവിക്കാൻ അനുവദിച്ചു. 169 ദിവസം ഇന്ത്യയിൽ ജീവിക്കാൻ ഗാന്ധിജിയെ അനുവദിച്ചില്ല സംഘപരിവാർ. എന്താണ് കാരണം? സവർക്കറും കൂട്ടരും ഉയർത്തിയ ഹിന്ദു രാഷ്ട്രവാദത്തെ പരാജയപ്പെടുത്തിയ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ തലവനായിരുന്നു അദ്ദേഹം എന്നുള്ളതാണ്. ഒറ്റ കാര്യം കൂടി, മുസ്ലിങ്ങളുടെ ദേശ സ്നേഹത്തെയൊക്കെ പറ്റി പറയാനാണല്ലോ സവർക്കറും കൂട്ടരും ഈ സകല സംഘപരിവാർ കുബുദ്ധികളും വിഭജന ഭീകരതയെല്ലാം ആചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ മുൻപിൽ 47 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു. എന്താണ് ഒരു ഓപ്ഷൻ? ഒരു ഇസ്ലാമിക പാകിസ്ഥാൻ, ഇപ്പുറത്ത് സെക്കുലർ ഇന്ത്യ. എന്താണ് സാധാരണ സംഘപരിവാറും ഹിന്ദു വർഗീയവാദികളും മുസ്ലിങ്ങളെ പറ്റി പൊതുവിൽ പറയുന്നത്? മുസ്ലിങ്ങളെല്ലാം ഒറ്റക്കെട്ടാണ്. ഹിന്ദുക്കളോട് എത്രയോ ഈ ഹിന്ദു മതത്തിലെ സന്യാസിമാർ, ഈ ഇപ്പോഴത്തെ പുതിയ മതപ്രഭാഷകരൊക്കെ ഉണ്ടല്ലോ, ഭഗവത്ഗീതയും പിന്നെ ഭാഗവതവും ഒക്കെ വായിക്കുന്ന ആളുകൾ ഉൾപ്പെടെ വിഷയത്തിൽ നിന്ന് മാറി അവർ പറയുന്നത് എത്രയോ വട്ടം നമ്മളെല്ലാം കേട്ടിട്ടില്ലേ? ഹിന്ദുക്കൾക്ക് ഒരുമയില്ല, മുസ്ലിങ്ങളെയൊക്കെ കണ്ടുപഠിക്കണം, അവരൊന്നിച്ചേ നിൽക്കുള്ളൂ. എന്താ 47 സംഭവിച്ചത്? അവർക്ക് വേണമെങ്കിൽ, ആർക്ക്? ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഇസ്ലാമിക രാഷ്ട്രത്തേക്ക് പോകാമായിരുന്നു. അവരവിടേക്ക് പോയോ? കുറച്ചുപേർ പോയി. ഇന്ത്യയിൽ അവശേഷിക്കുന്നത് ആരാ? സാധ്യതയുണ്ടായിട്ടും സാഹചര്യമുണ്ടായിട്ടും അനുവാദമുണ്ടായിട്ടും ഇസ്ലാമിക പാകിസ്ഥാനിലേക്ക് പോകാതെ സെക്കുലർ ഇന്ത്യയിൽ നിൽക്കാൻ തീരുമാനിച്ച മുസ്ലിങ്ങളല്ലേ ഇന്ത്യയിലുള്ളത്? അവരുടെ ദേശസ്നേഹത്തെ ആരാണ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ ദുരാഷ്ട്രവാദത്തെ സർവാത്മന പിന്തുണച്ച സംഘപരിവാർ അല്ലേ? നമ്മൾ വേറൊരു ഓപ്ഷൻ ചോദിക്കൂ. ഇന്ന് ഈ സംഘപരിവാറുകാരോട് അവരുടെ മുമ്പിൽ ഒരു ഓപ്ഷൻ വയ്ക്കൂ. നിങ്ങൾക്ക് ഇന്ത്യ വേണോ? നിങ്ങളുടെ മക്കൾക്കും കുടുംബക്കാർക്കും എല്ലാം, നിങ്ങൾക്കുമെല്ലാം അമേരിക്കയിൽ ഒരു ഗ്രീൻ കാർഡ് തരാം എന്ന് പറഞ്ഞാൽ ഇവർ ഏത് സ്വീകരിക്കും? തീർച്ചയായും ഇന്ത്യയെ ഉപേക്ഷിച്ച് ആ ഗ്രീൻ കാർഡിൻ്റെ പിറകെ അമേരിക്കയിലേക്ക് വിമാനം കയറുന്നവരല്ലേ ആയിരിക്കില്ലേ ഈ നാട്ടിലെ സംഘപരിവാറിലെ 99% ആളുകളും? പക്ഷേ ഇന്ത്യയിൽ തുടർന്ന മുസ്ലിങ്ങളോ? അവരുടെ രാജ്യസ്നേഹത്തെയാണ് വിഭജന ഭീകരത എന്ന ഉമ്മാക്കി കാട്ടി ഇല്ലാ കഥ കാണിച്ച് സംഘപരിവാർ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചരിത്രം മനസ്സിലാക്കുന്നത് നല്ലതാണ്.